So the question is, a microscope has an objective of focal length 2 cm, eyepiece of focal length 4 cm and the tube length of 40 cm. The distance of the if the distance of the distant vision of eye is 25 cm, the magnification in the microscope is. അപ്പോൾ ഈ ക്വസ്റ്റ്യന് ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ, മാഗ്നിഫിക്കേഷൻ എം ഈസ് ഈക്വൽ ടു V0 ഡിവൈഡഡ് ബൈ U0 ഇൻറ്റു D by FE എന്നുള്ള ഡയറക്റ്റ് ഫോർമുല യൂസ് ചെയ്യാം. ഹിയർ V0 ഈസ് ഈക്വൽ ടു L, ലെങ്ത് ആണ്. അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ് ദ ട്യൂബ് ഓഫ് ദ മൈക്രോസ്കോപ്പ് ആണെങ്കിൽ U0 എന്ന് പറയുന്നത് എന്തായിരിക്കും? FO ആയിരിക്കും. എല്ലാം തന്നിട്ടുണ്ട്, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. വിച്ച് വിൽ ബി L by FO into D by FE. The value of L ൻ്റെ വാല്യൂ, length of the microscope is given as 40. Then FO, objective in the focal length, which is given 2 cm. D is 25, എല്ലാം സെൻറ്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത്. No need of any conversion. And FE is equal to, which is given as 4 cm. അപ്പോൾ നമ്മൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ 4ഉം 14 കൂടെ ക്യാൻസലായി. 250 by 2, that is 125 is the answer. അപ്പോൾ ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരു മിനിറ്റ് പോലും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടും. ഡയറക്റ്റ് ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. ആൻഡ് ഇലക്ട്രോൺ മാസ് 9 × 10⁻³ kg and charge 1.6 × 10⁻19 coulomb moving with speed c by 100 is injected into a magnetic field B of magnitude 9 × 10⁻⁴ Tesla perpendicular to the direction of motion. അതായത് ഒരു ഇലക്ട്രോൺ, അതിൻ്റെ മാസും ചാർജും തന്നിട്ടുണ്ട്, അതിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട് c/100, ദാറ്റ് ഈസ് 3 × 10⁻⁸ എന്ന് തന്നിട്ടുണ്ട്. അതൊരു മാഗ്നറ്റിക് ഫീൽഡിലോട്ട്, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് ഈ തന്നിരിക്കുന്ന 9 × 10⁻⁴. അത് അതിലോട്ട് ഇൻജെക്റ്റ് ചെയ്യുവാണ്. അതുപോലെ പറഞ്ഞിട്ടുണ്ട് ഇറ്റ്സ് ഡയറക്ഷൻ, വെലോസിറ്റി എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു മാഗ്നറ്റിക് ഫീൽഡാണെന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് ദെൻ വി വിഷ് ടു അപ്ലൈ ആൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഇതിൻ്റെ കൂടെ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യാണ് ടുഗദർ വിത്ത് ദ മാഗ്നറ്റിക് ഫീൽഡ് സോ ദാറ്റ് ദ ഇലക്ട്രോൺ ഡസ് നോട്ട് ഡിഫ്ലക്ട് ഫ്രം ഇറ്റ്സ് പാത്ത്. ഇതാണ് അതിൻ്റെ അകത്തെ പോയിന്റ്. ഇലക്ട്രോൺ ഡസ് നോട്ട് ഡിഫ്ലക്ട് ഫ്രം ഇറ്റ്സ് പാത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ പെർപെൻഡിക്കുലർ ടു V perpendicular to B എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം E ഈസ് ഈക്വൽ ടു V ക്രോസ് B. അങ്ങനെയാണെങ്കിൽ രണ്ടും പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് VB വിച്ച് ഈസ് ഈക്വൽ ടു VB സൈൻ തീറ്റ. തീറ്റ 90 ഡിഗ്രിയാണ്. സോ സൈൻ 90 ഈസ് ഈക്വൽ ടു 1. സോ E ഈസ് ഈക്വൽ ടു VB. കറക്റ്റ് അല്ലേ? സോ ഈയുടെ വാല്യൂ നമുക്ക് കിട്ടും V ഇൻറ്റു B. V വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് c/100, 3 × 10⁸ by 100 ഇൻറ്റു ബിയുടെ വാല്യൂ 9 × 10⁻⁴, which is equal to 27 × 10⁻⁴ by 100, that is 27 × 10⁻², volt per meter. This is the answer. So E is perpendicular to B and its magnitude is 27 × 10⁻² volt per meter. Option 2 is the right answer. ഇതും ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മൾ നോർമലി ചെയ്തു വരുന്ന, അതായത് ക്ലാസ്സിൽ നോർമലായിട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യനിൽ ഒരെണ്ണമാണ് ഇത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദർ ആർ 2 inclined surface of equal length L and same angle of inclination 45 degree. രണ്ട് ഇൻക്ലൈൻഡ് സർഫസിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ട് ഇൻക്ലൈൻഡ് സർഫസിൻ്റെയും ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് സെയിം ആണ്. ദർ ആർ 2 inclined surface of the equal length and the same angle of inclination which is given as 45 degree with ഹൊറിസോണ്ടലുമായിട്ട് ഉള്ള ഇൻക്ലിനേഷൻ 45 എന്ന് തന്നിട്ടുണ്ട്. ഒരെണ്ണം റഫ് ആണ്, ഒരെണ്ണം സ്മൂത്ത് ആണ് എന്ന് തന്നിട്ടുണ്ട്. ഒരെണ്ണം സ്മൂത്ത് സർഫസ് ആണ്, അടുത്തത് റഫ് സർഫസ് ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നീട് തന്നിരിക്കുന്നത് എ ഗിവൺ ബോഡി ടേക്സ് 2 times as much time to slide down on rough surface than on smooth surface. സ്മൂത്ത് സർഫസിനെക്കാട്ടിലും റഫ് സർഫസിൽ ഒരു ബോഡി മുകളിൽ നിന്ന് താഴോട്ട് സ്ലൈഡ് ഡൗൺ ചെയ്യണമെങ്കിൽ 2 times അതിൻ്റെ ടൈം ഡബിൾ ആകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗിവൺ ബോഡി ടേക്സ് 2 times as much time to slide down on the rough surface than on the smooth surface. സ്മൂത്ത് സർഫസിനെക്കാട്ടിൽ 2 times ഡബിൾ ടൈം എടുക്കും റഫ് സർഫസിലൂടെ താഴേക്ക് വരാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ between the object and the rough surface is close to.
എന്ന് നമുക്ക് ടൈം തന്നിട്ട് മ്യൂ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ നോർമൽ ഡിസ്റ്റൻസിൻ്റെ ഫോർമുല രണ്ടിൻ്റെയും ലെങ്ത് ഈക്വൽ ലെങ്ത്, ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് രണ്ടിൻ്റെയും ഈക്വലാണ്. അതായത് ഇത് ട്രാവൽ ചെയ്യുന്ന ഈ ബോഡി മുകളിൽ നിന്ന് താഴേക്ക് ഉരുണ്ട് വരാൻ എടുക്കുന്ന ടൈം, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആ ടൈം വെച്ചിട്ടാണ് നമ്മൾ മ്യൂ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഓൾറെഡി ഈ ഒരു ഡിസ്റ്റൻസ് രണ്ടും എടുക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സെയിം ആണ്. സോ എസ് ഈസ് ഈക്വൽ ടു എ ടി സ്ക്വയർ, ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ളത് നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. സോ എ അതേപോലെ തന്നെ ടി റിലേഷൻ, ഇവിടെ നിന്ന് ആക്സിലറേഷൻ ടൈം റിലേഷൻ നമുക്ക് എഴുതാം. എ എന്ന് പറയുന്നത് ടി സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. അല്ലെങ്കിൽ T2 by T1 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? A1 by A2 എന്ന് എഴുതാം. മനസ്സിലായോ? ഇപ്പം T2 എന്ന് പറയുന്നത് നമ്മൾ റഫിൻ്റെ എടുക്കുവാണെങ്കിൽ 2T1 by T1 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു A1 by A2. അതായത് നമുക്ക് കിട്ടുന്നത് 4 ഈസ് ഈക്വൽ ടു A1 by A2 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ A1 എന്ന് പറയുന്നത് സ്മൂത്തിലൂടെ ആണെങ്കിൽ G sin തീറ്റ വരും. ഇവിടെ G sin തീറ്റ മൈനസ് മ്യൂ G cos തീറ്റ വരും. ഇവിടെ റഫ് സർഫസ് ആകുമ്പം ഫ്രിക്ഷനും കൂടെ ആക്ട് ചെയ്യുന്നതുകൊണ്ട് ആക്സിലറേഷൻ ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ്. G sin തീറ്റ സ്മൂത്തിലൂടെ ഉള്ളത്, റഫിലൂടെ ഉള്ളത് G sin തീറ്റ മൈനസ് മ്യൂ G cos തീറ്റ. ജി ക്യാൻസൽ ആയി പോവും. സോ നമുക്ക് കിട്ടുന്നത്, നമുക്ക് എഴുതാൻ പറ്റുന്നത് 4 ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ മൈനസ് മ്യൂ കോസ് തീറ്റ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 സൈൻ തീറ്റ മൈനസ് 4 മ്യൂ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ. സൈൻ തീറ്റ ഒരുമിച്ച് കൊണ്ടുവരികയാണെങ്കിൽ ഈ സൈൻ തീറ്റ ഇവിടെ വരും, 3 സൈൻ തീറ്റ ആവും. കറക്റ്റ് അല്ലേ? 3 sin theta is equal to 4 mu cos theta. സോ ഞാനൊന്ന് ജസ്റ്റ് നീക്കി വെക്കുകയാണ് അത് പറയാൻ വേണ്ടിയിട്ട്. 3/4 tan theta is equal to mu. തീറ്റയുടെ വാല്യൂ നമ്മൾ 45 ഡിഗ്രി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ tan 45 ഡിഗ്രി എന്ന് പറയുന്നത് 1 ആണ്. സോ mu is equal to 3/4 which is equal to 0.75. ഡെഫിനറ്റ്ലി സ്റ്റെപ്സ് ഉണ്ട്, ഒന്ന് കറക്റ്റായിട്ട് സോൾവ് ചെയ്തെടുത്താൽ, നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ 4 ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ സ്റ്റെപ്സ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു, എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. എ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആക്സിലറേഷൻ ടി അത് തമ്മിൽ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ മ്യൂ, അതായത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് വളരെ ശ്രദ്ധിച്ച ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ക്ലൂ എലമെൻറ്റ് അതിൻ്റെ അകത്ത് ഉണ്ടാവും, എന്തായാലും ഒരു ഹിൻറ്റ് അതിൻ്റെ അകത്ത് ഉണ്ടാവും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ നമുക്ക് മ്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ ടൈമിൻ്റെ ഒരു റിലേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ടൈമും ആക്സിലറേഷൻ മ്യൂ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ആക്സിലറേഷൻ കണക്ട് ചെയ്തിട്ട് മ്യൂവിൻ്റെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ്. അത് തമ്മിൽ കണക്ട് ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഡെഫിനറ്റ്ലി കുറച്ച് ടൈം എടുക്കും, എങ്കിൽ തന്നെ നമുക്ക് ഒന്ന് വിചാരിച്ചെങ്കിൽ ഒന്ന് ജസ്റ്റ് തിങ്ക് ചെയ്താൽ പെട്ടെന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ഒരു വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നോക്കുമ്പോൾ തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഈവൻ നമുക്ക് പെന്നിൻ്റെ ആവശ്യം പോലും ഇല്ല, പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. കൈനറ്റിക് എനർജി ഓഫ് 2 സിമിലർ കാർസ് എ ആൻഡ് ബി. അപ്പോൾ കൈനറ്റിക് എനർജി എയുടെയും ബിയുടെയും കൈനറ്റിക് എനർജി നമുക്ക് തന്നിട്ടുണ്ട്. കെ എ ബൈ കെ ബി എന്ന് പറയുന്നത് 100 ഡിവൈഡഡ് ബൈ 225 ആണ് അല്ലേ. 100 ഡിവൈഡ് ബൈ 225 എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് 4/9. 4/9 ആണ് kinetic energy. So on applying brakes, the car A stops after 100 meter and car B stops after 1500. അതായത് എത്ര ഡിസ്റ്റൻസിലാണ് കാർ എ സ്റ്റോപ്പ് ചെയ്തത് 100 മീറ്ററിന് ശേഷം. സോ SA/SB അത് ഡിസ്റ്റൻസ് ആണ്. SA/SB എന്ന് പറയുന്നത് 1000 ഡിവൈഡഡ് ബൈ 1500. 00 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് വിൽ ബി 2/3 അല്ലേ. So നമുക്ക് കണ്ടുപിടിക്കേണ്ടത് FA and FB are the forces applied by the brakes on the car A and B respectively. Then FA/FB normal work kinetic energy which is equal to work done. So KA/KB is equal to എന്തെഴുതാം, FA into SA divided by FB into SB. So KA/KB ക്ക് പകരം നമ്മൾ 4/9 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, which is equal to FA/FE into SA/SB ക്ക് പകരം 2/3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. So this is FA and FB, right?
So this will be equal to FA by FB is equal to 3 into 4 by 9 into 2, which is equal to 2 by 3. Option 2 is the right answer. ജസ്റ്റ് കാണുമ്പോൾ തന്നെ ഇത്ര സ്റ്റെപ്സ് ഒന്നും എഴുതേണ്ട ആവശ്യം പോലും ഇല്ല, ഡയറക്റ്റായിട്ട് നോക്കിയിട്ട് തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി സ്റ്റെപ്സ് എഴുതിയെന്ന് മാത്രം. ഓക്കെ, ഇതും സിമ്പിൾ, വിതിൻ സെക്കൻഡ്സ് നമുക്ക്